നമസ്കാരം, എൻ്റെ പേര് ഷൊർണൂർ രവി. ഞാൻ പാലക്കാട് ജില്ലയിലെ ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്. ഏതാണ് സംഘടന എന്ന് നിങ്ങൾക്ക് അറിയാൻ കൗതുകമുണ്ടാവില്ലേ? അതെ, ഭാര്യമാരുടെ ക്രൂരമായ പീഡനം മേൽക്കേണ്ടി വന്ന ഒരു പറ്റം ഭർത്താക്കന്മാരുടെ കൂട്ടായ്മയാണ് ഞങ്ങളുടെ സംഘടന. അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റാണ് ഞാൻ. ഞങ്ങളുടെ സംഘടനയിൽ ചേരണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 100 അടിയെങ്കിലും ഭാര്യമാരടുത്ത് വാങ്ങിയിരിക്കണം. അതുപോലെ ഞങ്ങളുടെ സംഘടനയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. മാസം കുഴമ്പ് എണ്ണ 3000 രൂപ എല്ലാ ഭർത്താക്കന്മാരും നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഭാര്യമാരുടെ അടുത്ത് നിന്ന് 108 ചവിട്ടും 58 ഇടിയും വാങ്ങിയവർക്ക് ഗോവയിലേക്ക് ഒരു സ്പെഷ്യൽ ട്രിപ്പ് ഭർത്താക്കന്മാർക്ക് നമ്മളെ ഏൽപ്പിച്ചു. അതെ, അതും സൗജന്യമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ നമ്മൾ സംഘടനയിൽ ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരും 2 പേര് എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സംഘടനയിൽ മെമ്പർഷിപ്പ് തരണമെന്ന്. അവർക്കും കൊടുക്കും ഞങ്ങൾ. കാരണം എന്താ പറയുക, എല്ലാവർക്കും കൊടുക്കും. കാരണം ഭാര്യമാരുടെ അടി ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാ വെച്ചാൽ, ഒരു 6 മാസം മുമ്പ് ഞങ്ങളൊരു മീറ്റിംഗ് വെച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ മുഖ്യാതിഥിയെ വന്ന ആൾ ചോദിച്ചു ഞങ്ങളോട്, ഭാര്യമാരുടെ അടി ഒരാഴ്ചയായിട്ട് വാങ്ങിയവരൊക്കെ കൈ പൊന്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പൊന്തിച്ചു. എല്ലാവരും ഭാര്യമാരുടെ അടി വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിലൊരാൾ പൊന്തിച്ചില്ല. അതാരാ? കേണൽ മേനോൻ സാർ. ഞങ്ങളയാളെ പോയിട്ട് പൊക്കി പിടിച്ച് വളഞ്ഞു പിടിച്ച്, മേനോൻ സാറേ നിങ്ങൾ ആൾ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ മേനോൻ സാർ പറയാ, രവി ഒന്ന് മുണ്ടാതെ നിൽക്കടോ, ഇനി ഞാൻ ചെരവ കൊണ്ട് അടിച്ചിട്ട് എൻ്റെ 2 കൈയും പൊക്കാൻ പറ്റുന്നില്ലടോ, പിന്നെ ഞാൻ എങ്ങനെയടോ കൈ പൊക്കുക? അപ്പം ഞങ്ങളൊക്കെ ചിരിച്ചു. ഇത് തന്നെയാണ് എൻ്റെ വീട്ടിലും. ഒരു ധൈര്യത്തിന് വേണ്ടി ഞാൻ സ്മോൾ അടിക്കാൻ തുടങ്ങി. ഇത് ഞാൻ കൂട്ടുകാരൻ്റെ കൂടെ സ്ഥിരമായി. ഇത് ഇവളുടെ ചേച്ചി അറിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, എടീ നിൻ്റെ ഭർത്താവിൻ്റെ ആ 7:30 മണിക്കുള്ള പോക്കത്ര ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഇവള് പറയാ, അങ്ങോരെ പോക്കല്ല ചേച്ചി, അങ്ങോരെ വരവാണ് ശരിയില്ലാത്ത 4 കാലിലെന്ന്. ഉടനെ ഞാൻ തീരുമാനിച്ചു സംഘടന രൂപീകരിക്കണമെന്ന്. അപ്പോൾ നമ്മുടെ സംഘടനയിൽ മെമ്പർഷിപ്പിന് വന്നോളൂ. എന്താണ്? വരാം. മെമ്പർഷിപ്പിന് ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ടേ. ഞാൻ ഒന്ന് പോയിട്ട് കൊടുത്തിട്ട് വരാം കേട്ടോ.